Good afternoon all. I am Lakshmi V.S. Assistant Professor, Department of Commerce, Don Bosco College, Kottayam. Today we are going to learn about the meaning of marginal costing, concept of profit, marginal cost equation, break-even point, profit volume ratio, margin of safety, and a problem. Now we are going to learn about the meaning of marginal cost and marginal costing. The Chartered Institute of Management Accountants, England, clearly defines the terms marginal cost and marginal costing. They defines marginal cost as the amount at any given volume of output by which aggregate costs are changed if the volume of output is increased or decreased by 1 unit. ഒരു ഗിവൺ വോളിയം ഓഫ് ഔട്ട്പുട്ടിൽ ഒരു എമൗണ്ട് ഉണ്ടായിരിക്കും. നമ്മളുടെ ഈവൻ ബൈ ദി ഇൻക്രീസ് ഓർ ഡിക്രീസ് ഓഫ് 1 യൂണിറ്റ് ഈ ഒരു എമൗണ്ടിനെ തന്നെ ഈ ഒരു അഗ്രിഗേറ്റ് കോസ്റ്റിനെ പോലും ചേഞ്ച് ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു അത്രയേറെ ഇൻഫ്ലുവൻസ് ഉള്ള ഒരു കോസ്റ്റാണ് മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇതിൽ ഈ യൂണിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് മേ ബി വൺ ആർട്ടിക്കിൾ ഓർ എ ബാച്ച് ഓഫ് ആർട്ടിക്കിൾ, അത് കണക്ക് തന്നെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആകാം, ഒരു പേഴ്സൺ ആകാം, അങ്ങനെ എന്തിനു വേണമെങ്കിലും ആ യൂണിറ്റിനെ റെപ്രസെന്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഡെഫിനിഷനിൽ നിന്ന് നമ്മൾക്ക് ഒരു കാര്യം വ്യക്തമാകുന്നത്, it is clear that the total variable cost is regarded as the total marginal cost because only variable cost changes with the change in output and fixed cost remains same. നമുക്കറിയാവുന്നത് പോലെ തന്നെ നമ്മളൊരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവിടെ ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും ഉണ്ടായിരിക്കും. ഫിക്സഡ് കോസ്റ്റ് ചേഞ്ച് ഇല്ലാതെ തന്നെ പ്രൊഡക്ഷൻ്റെ ലെവൽ കൂടിയാലും കുറഞ്ഞാലും നിൽക്കും. അറ്റ് ദ സെയിം ടൈം നമ്മളുടെ വേരിയബിൾ കോസ്റ്റിനകത്ത് വ്യത്യാസം വരും. ഈ ഒരു ഇൻക്രീസോ ഡിക്രീസോ പ്രൊഡക്ഷനിൽ വരുന്നതനുസരിച്ച് അവിടെ ഒരു വ്യത്യാസം ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ആ ടോട്ടൽ വേരിയബിൾ കോസ്റ്റിനെ തന്നെയാണ് നമ്മൾ ടോട്ടൽ മാർജിനൽ കോസ്റ്റ് എന്നും പറയുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് മാർജിനൽ കോസ്റ്റിംഗ്. ദേ ഡിഫൈൻ മാർജിനൽ കോസ്റ്റിംഗ് ആസ് the ascertainment of marginal cost and the effect on profit of changes in volume of output by differentiating between fixed cost and variable cost. ഈ ഒരു ഡെഫിനിഷനിൽ പ്രധാനമായിട്ടും 3 ആക്ടിവിറ്റീസിനെ പറ്റി പറയുന്നുണ്ട്. ദ അസർടൈൻമെന്റ് ഓഫ് മാർജിനൽ കോസ്റ്റ് ആൻഡ് ദ ഇഫക്റ്റ് ഓൺ പ്രോഫിറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ വോളിയം ഓഫ് ഔട്ട്പുട്ട്. നമ്മളുടെ വോളിയം ഓഫ് ഔട്ട്പുട്ടിൽ ഉണ്ടാകുന്ന ചേഞ്ച് അനുസരിച്ച് അത് പ്രോഫിറ്റിൽ എന്ത് ഇഫക്റ്റ് ഉണ്ടാക്കുന്നു. ഈ 2 ആക്ടിവിറ്റീസും ചെയ്യുന്നത് ബൈ ഡിഫറൻഷിയേറ്റിംഗ് ബിറ്റ്വീൻ ഫിക്സഡ് കോസ്റ്റ് ആൻഡ് വേരിയബിൾ കോസ്റ്റ്. ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും ഡിഫറൻഷിയേറ്റ് ചെയ്തുകൊണ്ട് ായിരിക്കും ഈ 2 ആക്ടിവിറ്റീസും ചെയ്യുന്നത്. ആൻഡ് ദ തേർഡ് വൺ ഈസ് ഡയറക്റ്റ് കോസ്റ്റിംഗ്. അതായത് നമ്മളുടെ USA പോലെയുള്ള രാജ്യങ്ങളിലും USA മാർജിനൽ കോസ്റ്റിങ്ങും ഡയറക്റ്റ് കോസ്റ്റിങ്ങും സിനോണിമായിട്ടാണ് ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ കൂടുതലും ഡയറക്റ്റ് കോസ്റ്റിംഗ് ആണ് USA പോപ്പുലർ ആയിട്ടുള്ളത്. But the Chartered Institute of Management Accountants, England has made the distinction between these two terms by defining direct costing as follows. The practice of charging all direct costs to operations, processes or products, leaving all indirect costs to be written off against a profit in the period in which they arise. ഈ ഒരു ഡെഫിനിഷൻ ചാർട്ടേഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടൻസ് ഇംഗ്ലണ്ട് അവരാണ് തന്നിരിക്കുന്നത്. അക്കോർഡിംഗ് ടു ദം ഡയറക്റ്റ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു പ്രാക്ടീസാണ്. എല്ലാ ഡയറക്റ്റ് കോസ്റ്റുകളും ആ ഒരു പെർട്ടിക്കുലർ ഓപ്പറേഷൻസിലേക്കും പ്രോസസ്സിലേക്കും പ്രോഡക്ട്സിലേക്കും ചാർജ് ചെയ്യും. ഡയറക്റ്റ് കോസ്റ്റുകൾ നമുക്കറിയാം, ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്, ഡയറക്റ്റ് ലേബർ കോസ്റ്റ്, ഡയറക്റ്റ് എക്സ്പെൻസസ് ലൈക്ക് ഫാക്ടറി ഓവർ ഹെഡ്സ്, അങ്ങനെയൊക്കെ ഉള്ളത്. ഇതെല്ലാം ആ ഒരു പെർട്ടിക്കുലർ ഓപ്പറേഷൻസിലേക്കോ പ്രോസസ്സിലേക്കോ പ്രോഡക്ട്സിലേക്കോ ചാർജ് ചെയ്യും. മറ്റുള്ള ഇൻഡയറക്റ്റ് കോസ്റ്റുകളെല്ലാം ആ ഒരു പർട്ടിക്കുലർ പീരീഡിൽ അറൈസ് ആവുന്ന പ്രോഫിറ്റിലേക്ക് റൈറ്റ് ഓഫ് ചെയ്യുകയും ചെയ്യും. ഇൻഡയറക്റ്റ് കോസ്റ്റുകൾക്ക് എക്സാമ്പിൾ ആണ് നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ് എക്സെട്ര. നൗ ലെറ്റ്സ് ലേൺ അബൌട്ട് ദ കൺസെപ്റ്റ് ഓഫ് പ്രോഫിറ്റ്. മാർജിനൽ കോസ്റ്റിംഗിൽ പ്രോഫിറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് ആണ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. Contribution or gross margin is the difference between the sale value and the marginal cost of sales and it contributes towards fixed expenses and profit. കോൺട്രിബ്യൂഷനെ നമ്മൾ ഗ്രോസ് മാർജിൻ എന്ന് പറയാറുണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടോട്ടൽ സെയിൽ വാല്യൂ മാർജിനൽ കോസ്റ്റ് തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ആൻഡ് ഇറ്റ്സ് കോൺട്രിബ്യൂട്ട്സ് ടുവാർഡ്സ് ഫിക്സഡ് എക്സ്പെൻസസ് ആൻഡ് പ്രോഫിറ്റ്. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് 2 ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യാൻ പറ്റും കോൺട്രിബ്യൂഷൻ കണ്ടെത്താനായിട്ട്. കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് മൈനസ് മാർജിനൽ കോസ്റ്റ്. അതായത് നമ്മുടെ സെയിൽ വാല്യൂവിൽ നിന്ന് മാർജിനൽ കോസ്റ്റ് കുറയ്ക്കുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന വാല്യൂ ആണ് കോൺട്രിബ്യൂഷൻ. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് contribution is equal to fixed expenses plus profit. In case of loss, fixed expenses minus loss. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കോൺട്രിബ്യൂഷൻ കിട്ടാവുന്നതാണ്. ഓക്കെ, ഇനി പ്രോഫിറ്റോ ലോസോ ആണ് നമ്മൾക്ക് കണ്ടെത്തേണ്ടത് എന്നുണ്ടെങ്കിൽ ഈ കോൺട്രിബ്യൂഷനിൽ നിന്നും ഫിക്സഡ് എക്സ്പെൻസസ് കുറച്ചാൽ മതി, നമുക്ക് പ്രോഫിറ്റോ ലോസോ കിട്ടുന്നതാണ്. ദ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ദ മാർജിനൽ കോസ്റ്റ് ഇക്വേഷൻ. നമ്മൾ മാർജിനൽ കോസ്റ്റിംഗിൽ ഓരോന്നിനെയും ഓരോ ആസ്പെക്റ്റുകളെയും റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഓരോ ക്യാപിറ്റൽ ലെറ്റേഴ്സ് കൊടുക്കാറുണ്ട്.
സെയിൽസിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ക്യാപിറ്റൽ എസും വേരിയബിൾ കോസ്റ്റിനെ റെപ്രസെന്റ് ചെയ്ത് ക്യാപിറ്റൽ വിയും പ്രോഫിറ്റിനെ റെപ്രസെന്റ് ചെയ്ത് പ്ലസ് പിയും ആൻഡ് ലോസിനെ റെപ്രസെന്റ് ചെയ്ത് മൈനസ് പിയും ആണ് നമ്മൾ കൊടുക്കുന്നത്. കോൺട്രിബ്യൂഷനെ റെപ്രസെന്റ് ചെയ്ത് ക്യാപിറ്റൽ സിയും. ഓക്കെ, അപ്പോൾ നമുക്ക് മാർജിനൽ കോസ്റ്റ് ഇക്വേഷൻ നമുക്കറിയാം. കോൺട്രിബ്യൂഷൻ നമ്മൾ കണ്ടെത്താനായിട്ട് രണ്ട് ഫോർമുലാസ് നമ്മൾ പഠിച്ചു. അതായത് സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റും അതുപോലെ തന്നെ ഫിക്സഡ് എക്സ്പെൻസസ് പ്ലസ് പ്രോഫിറ്റ് ഓർ ഇൻ കേസസ് ഓഫ് ലോസ് ഫിക്സഡ് എക്സ്പെൻസസ് മൈനസ് ലോസ്. ഇങ്ങനെയുള്ള രണ്ട് ഫോർമുലാസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് ഫോർമുലാസും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോൺട്രിബ്യൂഷനെയാണ് രണ്ടിലൂടെ നമ്മൾ കണ്ടെത്തുന്നത്. അതായത് രണ്ടിലൂടെ നമ്മൾ കണ്ടെത്തുന്ന എമൗണ്ടും ഈക്വൽ ആയിരിക്കും. ആ കോൺട്രിബ്യൂഷനെ തന്നെയാണ് നമ്മൾ കണ്ടെത്തുന്നത്. ദസ് ദ മാർജിനൽ കോസ്റ്റ് ഇക്വേഷൻ ക്യാൻ ബി ഡിറൈവ്ഡ് ആസ് ഫോളോസ്. സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ഈസ് ഈക്വൽ ടു ഫിക്സഡ് എക്സ്പെൻസസ് പ്ലസ് ഓർ മൈനസ് പ്രോഫിറ്റ് ഓർ ലോസ്. ഓക്കെ, അതായത് അത് നമ്മൾ അല്ലാതെ നമ്മൾ പറയുകയാണ് എന്നുണ്ടെങ്കിൽ, അതായത് ഈ ഡിനോട്ട് ചെയ്യുന്ന ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ പറയുകയാണ് എന്നുണ്ടെങ്കിൽ എസ് മൈനസ് വി ഈസ് ഈക്വൽ ടു എഫ് പ്ലസ് ഓർ മൈനസ് പി. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ബ്രേക്ക് ഈവൻ പോയിന്റ്. ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കറിയാം, ഒരു ബിസിനസ് ബ്രേക്ക് ഈവൻ ആവുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ടോട്ടൽ സെയിൽസ് വാല്യൂവും അതിന്റെ ടോട്ടൽ കോസ്റ്റും ഈക്വൽ ആകുന്ന പോയിന്റ് ആണ്. ദാറ്റ് ഈസ് ദർ ഇസ് നോ പ്രോഫിറ്റ് ആൻഡ് നോ ലോസ്. കോസ്റ്റ് ഇസ് ഈക്വൽ ടു സെയിൽസ് വാല്യൂ. അതായത് ഒരു പ്രോഫിറ്റോ ഒരു ലോസോ നമ്മൾക്കില്ല. കംപ്ലീറ്റ് നമ്മുടെ സെയിൽസ് നമ്മളുടെ കോസ്റ്റിനെ കവർ ചെയ്ത് നിൽക്കും. ഇറ്റ് ഈസ് എ പോയിന്റ് വെയർ ദ കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു ഫിക്സഡ് എക്സ്പെൻസസ്. ഓക്കെ, നമുക്ക് ബ്രേക്ക് ഈവൻ പോയിന്റ് കണ്ടെത്താനായിട്ട് ഇൻ യൂണിറ്റ്സ് ഒരു യൂണിറ്റ് കോസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഫോർമുല ബ്രേക്ക് ഈവൻ പോയിന്റ് കണ്ടെത്താനായിട്ടുണ്ട്. ഇറ്റ് ഈസ് ടോട്ടൽ ഫിക്സഡ് എക്സ്പെൻസസ് ഡിവൈഡഡ് ബൈ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് മൈനസ് മാർജിനൽ കോസ്റ്റ് പെർ യൂണിറ്റ്. ഈ ഒരു ഫോർമുല അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക് ഈവൻ പോയിന്റ് ഇൻ യൂണിറ്റ്സ് കിട്ടുന്നതാണ്. ഈ ഫോർമുല യൂണിറ്റ് കോസ്റ്റ് ബേസ്ഡ് ആണ്. യൂണിറ്റ്സിൽ കിട്ടാനായിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. പ്രോഫിറ്റ് വോളിയം റേഷ്യോ ഓർ കോൺട്രിബ്യൂഷൻ ടു സെയിൽസ് റേഷ്യോ നമ്മൾ സിംപ്ലി പി വി റേഷ്യോ എന്ന് പറയാറുണ്ട്. പ്രോഫിറ്റ് വോളിയം റേഷ്യോ ഇസ് ദ റേഷ്യോ ഓഫ് കോൺട്രിബ്യൂഷൻ ടു സെയിൽസ്. ഈ ഒരു മീനിങ്ങിൽ നിന്ന് നമ്മൾക്ക് പി വി റേഷ്യോന്റെ ഒരു ഫോർമുല നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. ദാറ്റ് ഈസ് കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ്. ഇനി നമുക്കറിയാം നമ്മളുടെ പി വി റേഷ്യോ നടത്താനുള്ള ബേസിക് ഫോർമുല എന്ന് പറയുന്നത് കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് തന്നെയാണ്. ഇനി ഈ കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസിനെ നമുക്ക് വീണ്ടും മറ്റ് ഫോർമുലാസിലേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും. നമുക്കറിയാം കോൺട്രിബ്യൂഷൻ ക്യാൻ ബി ഫൈൻഡ് ഔട്ട് ബൈ യൂസിങ് ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് എന്ന് ആ ഒരു ഫോർമുല യൂസ് ചെയ്തിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ് എന്ന് പറഞ്ഞാലും അവിടെയും കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് എന്ന് പറയുന്ന അർത്ഥം തന്നെയാണ്. ആ ഫോർമുല യൂസ് ചെയ്തിട്ട് നമുക്ക് പി വി റേഷ്യോ കണ്ടെത്താം. അല്ലെങ്കിൽ സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ് ആ ഒരു ഫോർമുല യൂസ് ചെയ്തിട്ടാണെങ്കിലും പി വി റേഷ്യോ കണ്ടെത്താം. ഇനി വരുന്ന രണ്ട് ഫോർമുല എന്ന് പറയുന്നത് പി വി റേഷ്യോ കണ്ടെത്താനായിട്ട് നമുക്കുള്ള മറ്റ് രണ്ട് ഫോർമുലാസ് ആണ്. അതിൽ ഒന്നാമത്തത് 1 മൈനസ് വേരിയബിൾ കോസ്റ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ് ഓർ ചേഞ്ച് ഇൻ പ്രോഫിറ്റ്സ് ഡിവൈഡഡ് ഓർ കോൺട്രിബ്യൂഷൻസ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ സെയിൽസ്. ഈ ചേഞ്ച് ഇൻ പ്രോഫിറ്റ്സ് ഓർ കോൺട്രിബ്യൂഷൻസ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ സെയിൽസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഫോർമുല നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻ കേസ് നമുക്ക് മറ്റുള്ള ഡേറ്റാസ് ഒന്നും തരാതെ 1-2 വർഷത്തെ അല്ലെങ്കിൽ 1-2-3 വർഷത്തേക്ക് പ്രോഫിറ്റുകളും അതിലുണ്ടായിരിക്കുന്ന ചേഞ്ചുകളും സെയിൽസും അതിലുണ്ടായിരിക്കുന്ന ചേഞ്ചുകളും ഒക്കെയാണ് തന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് പി വി റേഷ്യോ കണ്ടെത്താനായിട്ട് ഈ ഒരു ഫോർമുല യൂസ് ചെയ്താൽ മതിയാകും. ആൻഡ് പി വി റേഷ്യോ ഈസ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റേഷ്യോ ഫോർ സ്റ്റഡിങ് ദ പ്രോഫിറ്റബിലിറ്റി. നമ്മുടെ പ്രോഫിറ്റബിലിറ്റി പഠിക്കാനായിട്ട് നമ്മൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റേഷ്യോ ആണ് പി വി റേഷ്യോ. നമുക്ക് ഡിഫറെന്റ് പ്രോഡക്ട്സിന്റെ പി വി റേഷ്യോസ് കണ്ടെത്തിയതിനു ശേഷം ആ പി വി റേഷ്യോസിനെ തമ്മിൽ കമ്പയർ ചെയ്തുകൊണ്ട് ഏത് പ്രോഡക്റ്റ് ആണ് മോർ പ്രോഫിറ്റബിൾ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. കമ്പാരിസൺ ഓഫ് പി വി റേഷ്യോസ് ഫോർ ഡിഫറെന്റ് പ്രോഡക്ട്സ് ക്യാൻ ബി മെയ്ഡ് ടു ഫൈൻഡ് ഔട്ട് വിച്ച് പ്രോഡക്റ്റ് ഈസ് മോർ പ്രോഫിറ്റബിൾ. ആൻഡ് ഇഫ് ദ PV ratio is higher, more will be the profit, and lower the PV ratio, lesser will be the profit. PV ratio higher ആണെങ്കിൽ നമ്മുടെ പ്രോഫിറ്റും ഹയർ ആയിരിക്കും. അറ്റ് ദ സെയിം ടൈം PV ratio ലോവർ ആണെങ്കിൽ നമ്മുടെ പ്രോഫിറ്റും ലെസർ ആയിരിക്കും. ഓക്കെ, ചില കമ്പനീസ് അവരുടെ PV ratio ഇൻക്രീസ് ചെയ്യാനായിട്ട് ചില ആക്ടിവിറ്റീസ് ചെയ്യാറുണ്ട്. ടു ഇൻക്രീസ് ദ PV ratio, these activities can be done. And the first one is reducing direct and variable cost by effectively utilizing men, machines and materials. നമ്മളുടെ ഡയറക്റ്റ് ആൻഡ് വേരിയബിൾ കോസ്റ്റുകൾ റെഡ്യൂസ് ചെയ്യും. അതിനായിട്ട് നമ്മൾ മെൻ, മെഷീൻസ് ആൻഡ് മെറ്റീരിയൽസ് കൂടുതൽ യൂസ് ചെയ്യും. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് സ്വിച്ചിങ് ദ പ്രൊഡക്ഷൻ ടു മോർ പ്രോഫിറ്റബിൾ പ്രോഡക്ട്സ് ഷോയിങ് ദ ഹയർ PV ratio. അതേ കണക്ക് തന്നെ ഈ ഹയർ PV ratio കാണിക്കുന്ന പ്രോഫിറ്റബിൾ പ്രോഡക്ട്സിലേക്ക് നമ്മൾ സ്വിച്ച് ചെയ്യും. And the next one is increasing the selling price per unit. നമ്മുടെ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് കൂട്ടും. അതായത് ഈ സെല്ലിംഗ് പ്രൈസ് ഒക്കെ കൂട്ടിക്കഴിഞ്ഞാൽ അത് ഡയറക്റ്റ് ആയിട്ട് കോൺട്രിബ്യൂഷനിൽ ആ ഒരു പോസിറ്റീവ് ഇഫക്റ്റ് കാണിക്കും. ഓക്കെ,
PV ratio is useful for the determination of the break-even point and level of output or sales to earn a desired amount of profit. PV ratio യൂസ് ചെയ്തിട്ട് നമ്മൾക്ക് ബ്രേക്ക് ഈവൻ പോയിന്റ് കണ്ടെത്താനും പറ്റും. അതേ കണക്ക് തന്നെ നമുക്കൊരു ഡിസൈഡ് എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ഏൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര ലെവൽ ഓഫ് ഔട്ട്പുട്ട് അല്ലെങ്കിൽ സെയിൽസ് നമ്മൾ നേടിയിരിക്കണമെന്നുള്ളതും ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. PV ratio can also be used for the calculation of variable cost and profit for any volume of sales. ഇനി ഒരു എമൗണ്ട് ഓഫ് വോളിയം ഓഫ് സെയിൽസ്, ഒരു എമൗണ്ട് ഓഫ് സെയിൽസ് നമ്മുടെ മുമ്പിൽ തന്നിട്ട് ഈ ഒരു പർട്ടിക്കുലർ ലെവൽ ഓഫ് സെയിൽസിൽ നമുക്ക് എത്ര പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അവിടുത്തെ വേരിയബിൾ കോസ്റ്റ് എത്രയായിരിക്കും, അത് കാൽക്കുലേറ്റ് ചെയ്യാനും PV ratio യൂസ്ഫുൾ ആണ്. ഇതിനൊക്കെ ഡിഫറെൻറ്റ് ഫോർമുലാസ് ഉണ്ട്. ബ്രേക്ക് ഈവൻ പോയിന്റ് PV ratio യൂസ് ചെയ്ത് കണ്ടെത്താനായിട്ടാണെങ്കിൽ ബ്രേക്ക് ഈവൻ പോയിന്റ് ഈസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ PV ratio. വാല്യൂ ഓഫ് സെയിൽസ് ടു എനി ഡിസൈഡ് എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് അത് കണ്ടെത്താനായിട്ടാണെങ്കിൽ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ PV ratio. വേരിയബിൾ കോസ്റ്റ് ആണ് കണ്ടെത്തേണ്ടതെങ്കിൽ സെയിൽസ് ഇൻറ്റു 1 മൈനസ് PV ratio. Next important aspect regarding marginal costing is margin of safety. Margin of safety is the difference between the expected level of sale and the break even sales. അതായത് നമ്മൾക്കൊരു പ്രൊജക്റ്റഡ് ലെവൽ ഓഫ് സെയിൽ ഉണ്ടായിരിക്കും, അതും നമ്മളുടെ ബ്രേക്ക് ഈവൻ സെയിൽസ് നമ്മളുടെ ഡിഫറൻസ് ആണ് മാർജിൻ ഓഫ് സേഫ്റ്റി. മാർജിൻ ഓഫ് സേഫ്റ്റി, ദ ലാർജർ ദ മാർജിൻ ഓഫ് സേഫ്റ്റി ദ ഹയർ ആർ ദ ചാൻസസ് ഓഫ് മേക്കിംഗ് പ്രോഫിറ്റ്സ്. അതായത് മാർജിൻ ഓഫ് സേഫ്റ്റി ലാർജർ ആണെങ്കിൽ നമ്മളുടെ പ്രോഫിറ്റ് ഉണ്ടാകാനുള്ള ചാൻസും ഹയർ ആയിരിക്കും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മാർജിൻ ഓഫ് സേഫ്റ്റിയുടെ ഒരു ഫോർമുല ആ മീനിങ്ങിൽ തന്നെയുണ്ട്, പ്രൊജക്റ്റഡ് സെയിൽസ് മൈനസ് ബ്രേക്ക് ഈവൻ സെയിൽസ്. And here we comes with a problem. During a particular period, 1000 units are produced and sold at rupees 120. Variable cost per unit is rupees 60 and fixed cost rupees 20,000 for the period. Calculate PV ratio, profit at a sale of 2000 units, number of units to be sold to earn a profit of rupees 1,60,000. What will be the new PV ratio if selling price is reduced by rupees 20? Calculate the number of units to be sold to earn a profit of rupees 60,000 at the reduced selling price. Okay, ഈ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് PV ratio കണ്ടെത്താനായിട്ടാണ്. PV ratio കണ്ടെത്താനായിട്ടുള്ള ഫോർമുല നമുക്കറിയാം, കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. സിംപ്ലി നമുക്ക് C ഡിവൈഡഡ് ബൈ S ഇൻറ്റു 100 എന്ന് എഴുതാം. സെയിൽ വാല്യൂ കണ്ടെത്താനായിട്ട് നമ്മൾക്ക് ക്വസ്റ്റ്യനിൽ തന്നെ ഹിൻസ് ഉണ്ട്. 1000 യൂണിറ്റ്സ് അറ്റ് ദ റേറ്റ് 120 റുപ്പീസിന് നമ്മൾ വിൽക്കുകയാണെങ്കിൽ 1,20,000 ആയിരിക്കും നമ്മുടെ ടോട്ടൽ സെയിൽസ് വാല്യൂ. അതേപോലെ തന്നെ 60 റുപ്പീസ് ആണ് പെർ യൂണിറ്റ് വേരിയബിൾ കോസ്റ്റ്. ഫോർ 1000 യൂണിറ്റ്സ് ഇറ്റ് ഈസ് 60,000. സോ ദ കോൺട്രിബ്യൂഷൻ വിൽ ബി സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്. ആ ഒരു ഫോർമുല യൂസ് ചെയ്ത് കോൺട്രിബ്യൂഷൻ കണ്ടെത്തുമ്പോൾ 1,20,000 മൈനസ് 60,000 ദാറ്റ് ഈസ് 60,000 ആണ് നമ്മുടെ കോൺട്രിബ്യൂഷൻ. ആൻഡ് ഈ ഫോർമുലയിലെ കോൺട്രിബ്യൂഷൻ നമ്മൾ കണ്ടെത്തി. ഇനി നമ്മൾ സെയിൽസ് നമ്മൾ ഓൾറെഡി കണ്ടെത്തി കഴിഞ്ഞു. അതായത് 120 റുപ്പീസ് അറ്റ് വെച്ച് 1000 യൂണിറ്റ്സിന്, സോ 1,20,000 ആണ് നമ്മളുടെ സെയിൽസ്. സോ ഫോർമുലയിൽ നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 60,000 ഡിവൈഡഡ് ബൈ 1,20,000 ഇൻറ്റു 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് നമ്മൾക്കത് പെർസെൻറ്റേജിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. സോ ദ PV ratio ഈസ് 50%. ആൻഡ് ദ സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ ഈസ് പ്രോഫിറ്റ് അറ്റ് എ സെയിൽ ഓഫ് 2000 യൂണിറ്റ്സ്. നമ്മൾ 2000 യൂണിറ്റ്സ് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എത്രയായിരിക്കും? ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമ്മൾ PV ratio കണ്ടെത്തിയപ്പോൾ the sales is 1000 units and here the sales is 2000 units at the rate 120. So the sales come to 2,40,000 rupees and the PV ratio is 50%. നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത PV ratio ആണ്. സോ നമുക്കറിയാം PV ratio കണ്ടെത്താനായിട്ടുള്ള ഫോർമുല കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100 എന്നാണ്. അപ്പോൾ ഈ ഫോർമുലയിൽ നിന്ന് നമ്മൾ കോൺട്രിബ്യൂഷൻ കണ്ടെത്താനുള്ള ഫോർമുല ഡിറൈവ് ചെയ്തെടുക്കുമ്പോൾ കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു സെയിൽസ് ഇൻറ്റു PV ratio. ദാറ്റ് ഈസ് 2,40,000 സെയിൽസ് ഇൻറ്റു 50% PV ratio. ദെൻ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 1,20,000 എന്ന് കിട്ടും. 2,40,000 ഇൻറ്റു 50% ചെയ്യുമ്പോഴേക്കും. ദെൻ പ്രോഫിറ്റ് കണ്ടെത്താനായിട്ട് നമുക്കൊരു ഫോർമുല അറിയാം. അതായത് കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു ഫിക്സഡ് എക്സ്പെൻസസ് പ്ലസ് പ്രോഫിറ്റ് എന്ന് നമുക്കറിയാം. ഇതിൽ കോൺട്രിബ്യൂഷൻ്റെ എമൗണ്ട് നമ്മൾ കണ്ടെത്തിയപ്പോൾ ഫിക്സഡ് എക്സ്പെൻസസ് ക്വസ്റ്റ്യനിലും ഉണ്ട്. അപ്പോൾ പ്രോഫിറ്റ് കണ്ടെത്താനായിട്ട് വളരെ സിമ്പിൾ ആണ്. നമുക്ക് കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സഡ് എക്സ്പെൻസസ് ചെയ്താൽ മതി. കോൺട്രിബ്യൂഷൻ നമ്മൾ കണ്ടെത്തിയ 1,20,000 ആണ്. അതിൽ നിന്നും ഫിക്സഡ് കോസ്റ്റ് ആയി 20,000 കുറച്ച് 1,00,000 റുപ്പീസ് പ്രോഫിറ്റ് കണ്ടെത്തുന്നു. സബ് ക്വസ്റ്റ്യൻ C, നമ്പർ ഓഫ് യൂണിറ്റ്സ് ടു ബി സോൾഡ് ടു ഗെറ്റ് എ പ്രോഫിറ്റ് ഓഫ് rupees 1,60,000. അതായത് 1,60,000 റുപ്പീസ് നമുക്ക് പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ നമ്മൾ എത്ര നമ്പർ ഓഫ് യൂണിറ്റ്സ് ആണ് വിൽക്കേണ്ടുന്നത്. ഇത് കണ്ടെത്താനായിട്ട് നമ്മൾക്കൊരു ഫോർമുലയുണ്ട്, ഫിക്സഡ് കോസ്റ്റ് പ്ലസ് ഡിസൈഡ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്.
ഇതിൽ ഫിക്സഡ് കോസ്റ്റ് ക്വസ്റ്റ്യനിലുണ്ട് 20,000 ആൻഡ് ദ ഡിസൈഡ് പ്രോഫിറ്റ് ഇൻ ദിസ് സബ് ക്വസ്റ്റ്യൻ 1,60,000 ആൻഡ് ദ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കിട്ടാനായിട്ട് നമ്മുടെ സെയിൽസിൽ നിന്ന്, അതായത് പെർ യൂണിറ്റ് സെയിൽ വാല്യൂവിൽ നിന്നും നമ്മളുടെ പെർ യൂണിറ്റ് വേരിയബിൾ കോസ്റ്റ് കുറയ്ക്കുക. പെർ യൂണിറ്റ് സെയിൽ വാല്യൂ എന്ന് പറയുന്നത് 120 റുപ്പീസ് ആണ്. പെർ യൂണിറ്റ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് 60 റുപ്പീസ് ആണ്. അപ്പോൾ 120ൽ നിന്ന് 60 കുറച്ചു കഴിഞ്ഞാൽ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് 60 കിട്ടും. അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 3,000 യൂണിറ്റ്സ്, അതായത് നമ്പർ ഓഫ് യൂണിറ്റ്സ് ടു ബി സോൾഡ് ടു ഗെറ്റ് എ പ്രോഫിറ്റ് ഓഫ് റുപ്പീസ് 1,60,000 എന്ന് പറയുന്നത് 3,000 യൂണിറ്റ്സ് ആണ്. ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് what will be the new PV ratio if selling price is reduced by ₹20? അതായത് നമ്മൾക്കിപ്പോൾ 120 റുപ്പീസിന് വിറ്റുകൊണ്ടിരിക്കുന്ന പ്രോഡക്റ്റ് നമ്മളൊരു 20 രൂപ കൂടി കുറച്ച് വിറ്റ് കഴിഞ്ഞാൽ വാട്ട് വിൽ ബി ദ ന്യൂ പി വി റേഷ്യോ, പുതിയ പി വി റേഷ്യോ എങ്ങനെയായിരിക്കും? അപ്പോൾ പുതിയ പി വി റേഷ്യോ കണ്ടെത്താനായിട്ട് നമുക്കറിയാം, നമ്മൾ പഴയ സെല്ലിംഗ് പ്രൈസ് വെച്ചിട്ടാണ് 50% കണ്ടെത്തിയത്. അപ്പോൾ നമ്മൾ ഇവിടെ യൂസ് ചെയ്യേണ്ടത് സിമ്പിൾ, ന്യൂ കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ ന്യൂ സെല്ലിംഗ് പ്രൈസ് ഇൻറ്റു 100. പുതിയ കോൺട്രിബ്യൂഷനും കണ്ടെത്തുക, പുതിയ സെല്ലിംഗ് പ്രൈസും കണ്ടെത്തുക, അതിനെ റേഷ്യോയിലേക്ക് ആക്കാൻ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് ന്യൂ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം 100 റുപ്പീസ് ആയി മാറും ഇപ്പോൾ സെയിൽ പ്രൈസ് എന്ന് പറയുന്നത്. ആൻഡ് ദ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ആണ്, അത് മാറില്ല. ആ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് 60 റുപ്പീസ് ആയിരുന്നു. അപ്പോൾ പുതിയ സെല്ലിംഗ് പ്രൈസ് ആയ 100ൽ നിന്നും വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ആയിട്ടുള്ള 60 കുറയ്ക്കുമ്പോൾ പുതിയ ന്യൂ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 40 റുപ്പീസ് ആയിട്ട് മാറും. ദെൻ 40 ഡിവൈഡഡ് ബൈ ന്യൂ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 100 ആണ്. 40 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 100 ചെയ്യുമ്പോൾ 40%, അതാണ് നമ്മുടെ ന്യൂ പി വി റേഷ്യോ ആയിട്ട് നമ്മൾക്ക് കിട്ടുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് യൂണിറ്റ്സ് ടു ബി സോൾഡ് ടു ഏൺ എ പ്രോഫിറ്റ് ഓഫ് ₹60,000 അറ്റ് ദ റെഡ്യൂസ്ഡ് സെല്ലിംഗ് പ്രൈസ്. ഇപ്പോൾ നമ്മളൊരു സെല്ലിംഗ് പ്രൈസ് റെഡ്യൂസ് ചെയ്തു, 120ൽ നിന്നും 100ലേക്ക് വന്നു. ആ ഒരു സെല്ലിംഗ് പ്രൈസിൽ നമ്മൾക്ക് 60,000 റുപ്പീസ് പ്രോഫിറ്റ് ഏൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര നമ്പർ ഓഫ് യൂണിറ്റ്സ് നമ്മൾ വിറ്റിരിക്കണം? ആൻഡ് ഇത് കണ്ടെത്താനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് നേരത്തെ നമ്മൾ യൂസ് ചെയ്ത ഫോർമുല ഉണ്ടല്ലോ, സബ് ക്വസ്റ്റ്യൻ സിയിൽ, അത് തന്നെയാണ് ഫിക്സഡ് കോസ്റ്റ് പ്ലസ് ഡിസൈഡ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. ഇതിൽ ഫിക്സഡ് കോസ്റ്റ് ഒരിക്കലും മാറില്ല. നമ്മളുടെ നമ്പർ ഓഫ് സെല്ലിംഗ് പ്രൈസ് കൂടിയാലും കുറഞ്ഞാലും, പ്രൊഡക്ഷൻ കൂടിയാലും കുറഞ്ഞാലും ഫിക്സഡ് കോസ്റ്റ് മാറില്ല. ഫിക്സഡ് കോസ്റ്റ് 20,000 തന്നെയാണ്. പ്ലസ് നമ്മുടെ ഡിസൈഡ് പ്രോഫിറ്റ് ഇപ്പം നമ്മളുടെ ഈ ക്വസ്റ്റ്യനിൽ, ഈ സബ് ക്വസ്റ്റ്യനിൽ 60,000 ആണ്. ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് മാറിയിട്ടുണ്ട് 40 റുപ്പീസ് ഈസ് ഈക്വൽ ടു 2,000 യൂണിറ്റ്സ്. ദാറ്റ് മീൻസ് നമ്പർ ഓഫ് യൂണിറ്റ്സ് ടു ബി സോൾഡ് ടു ഏൺ എ പ്രോഫിറ്റ് ഓഫ് ₹60,000 ഈസ് 2,000 യൂണിറ്റ്സ്. These are the basic terms and a basic problem related to marginal costing. Thank you all.